ഈ സ്ത്രീക്ക് ഈ മരിച്ച ആളുമായിട്ട് ഒരു അവിഹിതമായിട്ടുള്ളൊരു കണക്ഷനുണ്ട്, ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാവും. അയൽവാസികളെ പറയും അമ്മയെ വിട്ട് മകളിലോട്ടൊരു നോട്ടം ഉണ്ടെന്ന സംശയം ഇവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീക്ക് തന്നെയാണ്. അതുപോലെ ഇയാൾ മുഖം അത്ര അടിച്ച് വികൃതമായിട്ടുണ്ട്. മുഖമെല്ലാം കൂടെ ഇങ്ങനെ ഈ വീർത്തിട്ട് ബ്ലഡും എല്ലാം കൂടെ ആയിട്ട് ഒരുമാതിരി നാക്കി ഇങ്ങനെ തള്ളി പുറത്തോട്ടേക്ക് നിൽക്കുന്നു. ഉലക്കേട്ടിട്ട് അടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ ഭാഗത്ത് ഒരു ചെത്തു തൊഴിലാളിയെ ഉലക്കടിച്ച് 2 പേർ കൊല്ലുന്നു. ആ കേസ് താങ്കളാണ് അന്വേഷിച്ചത്? ഞാൻ തന്നെ അന്വേഷിച്ചത്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഒരു ദിവസം ഞായറാഴ്ച ദിവസമായിരുന്നു അത്. അപ്പോൾ ഞായറാഴ്ച കുറച്ച് ഫ്രീ കിട്ടുന്ന സമയമാണ്. ഞാൻ ഊരമ്പ് ഭാഗത്തൊക്കെ അത് പോയിട്ട് തിരിച്ചു വരായിരുന്നു. തിരിച്ചു വന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു ചെറിയൊരു കോളനിയാണ്, അകത്തോട്ട് കയറിയ കോളനിയാണ്. റോഡ് സൈഡിൽ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് നിർത്തിയിട്ട് എന്താണ് ഇവിടെ കൂടി നിൽക്കുന്നത് ചോദിച്ചപ്പോൾ സാറേ പോലീസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മഫ്റ്റിയിലായിരുന്നു, എൻ്റെ കാറിലായിരുന്നു പോയത്. അപ്പം എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ അത് ഒരാൾ ഒരു വീടിൻ്റെ ചുറ്റും ഭയങ്കര പൊന്നീച്ച, വലിയ കറുത്ത ഈച്ച ഇങ്ങനെ വീട് ചുറ്റും ഇങ്ങനെ കറങ്ങിയിരിക്കുന്നുണ്ട്. അവരകത്ത് ഏതോ ബോഡി ഉള്ളതായിട്ട് നല്ല മണമുണ്ട്. ഒരു ആളാണോ പെരിച്ചാഴിയാണോ എന്നൊക്കെ അറിയില്ല. നല്ല സ്മെല്ലും ഉണ്ട്. ഞങ്ങളുണ്ട് എസ് ഐയെ വിളിച്ച് എസ് ഐ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ഞാൻ സി എ ആണെന്നൊക്കെ അകത്തോട്ട് പോകുന്നത്. ഞാൻ അകത്തോട്ട് പോയി നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. ഇവരെ തടി കൊണ്ടുള്ള ഈ ഒരു ചെറിയൊരു ഹോളാണ്, അതിനകത്ത് ഇങ്ങനെ നിറച്ച് വലിയ ഈച്ച. അപ്പം ഞാൻ അത് കഥ പഞ്ചായത്ത് ഓഫീസറും ഉണ്ടായിരുന്നു. അദ്ദേഹം അടുത്തത് കഥ തുറന്ന് നോക്കിയാൽ ഭയങ്കര സ്മെല്ല്. ഒരു ചാക്ക് കെട്ട് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ചാക്ക് കെട്ട് സ്വപ്പം താഴോട്ട് നോക്കിയപ്പോൾ മനസ്സിലായപ്പോൾ ഒരാളുടെ തല കണ്ടു. തലയൊക്കെ അടിച്ച് പൊളിച്ചേക്കുന്നു. ഈ തലയ്ക്കകത്തൂടെ തലച്ചോറൊക്കെ ചെതറിയിട്ടുണ്ട്. അപ്പോൾ തലയ്ക്കകത്തൂടെ തന്നെ പുഴു ഇങ്ങനെ ഇറങ്ങി വീഴുന്നുണ്ട്. കണ്ണിക്കൂടെ വലിയ പുഴു, കണ്ണിക്കൂടെ പുഴു. അതുപോലെ ഇയാൾ മുഖം അത്ര അടിച്ച് വികൃതമായിട്ടുണ്ട്. മുഖമെല്ലാം കൂടെ ഇങ്ങനെ ഈ വീർത്തിട്ട് ബ്ലഡും എല്ലാം കൂടെ ആയിട്ട് ഒരുമാതിരി നാക്കി ഇങ്ങനെ തള്ളി പുറത്തോട്ടേക്ക് നിൽക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വികൃതമായ രൂപം ഞാൻ ഒരുപാട് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെയിൽവേ അറ്റാക്കിലെ ഇൻക്വസ്റ്റുകളാണ് ഏറ്റവും ബുദ്ധിമുട്ടുകൾ നമുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ വെള്ളത്തിൽ നദിയിലൊക്കെ പോയി അതൊക്കെ വളരെ പ്രത്യേകിച്ച് കടപ്പുറത്തൊക്കെ പോയി കിട്ടുന്ന ബോഡികളുണ്ട്. അത് 10-15 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ബോഡിയായി. മീനൊക്കെ കടിച്ച് ശരീരത്തിൻ്റെ പല ഭാഗവും കാണൂല ചിലപ്പം. അപ്പം അത്ര വികൃതമായ ധാരാളം കണ്ടു. പക്ഷേ ഇത് അതിനേക്കാളിലൊക്കെ വികൃതമായിട്ട് തോന്നി. ഞാനൊരു 10-200-300 ഇൻക്വസ്റ്റിംഗ് നടത്തി കാണാം. പക്ഷേ അതിനേക്കാളും വികൃതമായിട്ട് തോന്നിയിട്ടുണ്ട്. മനസ്സിന് അത് മായാത്ത ഒരു ചിത്രമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ രൂപം എന്ന് പറഞ്ഞത്. പിന്നെ എസ് ഐ വിളിച്ച് എസ് ഐ ഒക്കെ വന്ന് കേസൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫോറൻസിക് മെഡിസിൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചു വരുത്തി അതിൻ്റെ പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻക്വസ്റ്റുകാരാക്കി ബോഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വിട്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ തലയ്ക്കേറ്റ ഇഞ്ചുറിയാണ് മരണകാരണം എന്ന് പറഞ്ഞു. അതൊരു മരണമായിട്ട് കൺഫേം ചെയ്തു. ആ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആ ഒരു സ്ത്രീയും ഒരു മകനുമായിരുന്നു. അവരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ നാട്ടുകാരെ പുതിയ തൊട്ടടുത്തുള്ള വീട്ടുകാരാണ്. അവരെപ്പോഴും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയുള്ളൂ. സാറേ കുറച്ച് ദിവസം സ്ത്രീയും അവരില്ല, അവരേതോ ബന്ധു വീട്ടിൽ പോയിക്കുകയാണ്. ആ പയ്യൻ ആക്സിഡൻ്റായിട്ട് ആശുപത്രി കിടക്കുകയാണ്. അപ്പം അവരൊന്നും ആയിരിക്കില്ല, ആരാണ് ചെയ്തെന്ന് പിടിയില്ലെന്നൊക്കെ പറഞ്ഞു. അയൽവാസികളാണ്. ഞാൻ ശരി ആയിക്കോട്ടെ നമ്മൾ അന്വേഷിക്കാൻ തോന്നി. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ ചില സാക്ഷികളെ കണ്ട് ചോദിച്ചു. അവർ പറയുന്നത് ഈ സ്ത്രീക്ക് ഈ മരിച്ച ആളുമായിട്ട് ഒരു അവിഹിതമായിട്ടുള്ളൊരു കണക്ഷനുണ്ട്, ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകും നാട്ടുകാരെ പറയുന്നത്. അപ്പം ആ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ടായിരുന്നു. മകനും മകൾക്കുമൊക്കെ ഇത് എതിർപ്പുണ്ടായിരുന്നു ഈ കാര്യത്തിനകത്ത്. അപ്പോൾ നമ്മളത് കൂടുതൽ അന്വേഷിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ദിവസം ഈ മകൻ ഈ മുതിർന്നു, ചെറുപ്പക്കാരനായ ഒരു 18 വയസ്സായി. അവന് നെടുവച്ചന കോളേജിലെ വിദ്യാർത്ഥിയാണ്. മകളും അതുപോലെ പഠിക്കുന്ന കുട്ടിയാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബന്ധത്തിലുള്ള താല്പര്യമില്ല. കൂടാതെ ഇയാൾക്ക് ഈ അമ്മയെ വിട്ട് മകളിലോട്ടൊരു നോട്ടം ഉണ്ടെന്ന സംശയം ഇവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീക്ക് സ്ത്രീക്ക് തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ മകനും ഉണ്ടായിരുന്നു. ഈ കാരണം വന്ന് കയറുമ്പോൾ അവൻ്റെ ബിഹേവിയറിൽ എന്തോ ചില അപാകതയായിട്ട് അവർക്ക് തോന്നി. അപ്പം ഇനി ഇവിടെ നിർത്തണം എന്ന രീതിയിൽ തീരുമാനിച്ചു. മോൻ പറഞ്ഞു ഞാൻ നിർത്തിക്കോളാം, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഈ സ്ത്രീക്കും താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാകും.
കാര്യം ഈ മകളെ മുതിർന്നു, പ്രായപൂർത്തിയായി. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമെന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ വീടാണ്. അപ്പോൾ തല ഇങ്ങനെ അകത്തോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ കൂര താഴ്ന്ന വീടാണ്. അപ്പോൾ ആ തല അകത്തോട്ട് കയറിയപ്പോൾ മകൻ ഉലക്കെടുത്ത് തലയിലോട്ട് ഒറ്റ അടി അടിച്ചെടുത്തു. ഉലക്കൊക്കെ അടിച്ചു. ആണ്. അപ്പോൾ തല പൊട്ടി അയാൾ തലയിലോട്ടൊക്കെ വീണു. അപ്പോൾ അമ്മയും മോനും കൂടെ ചേർന്നിട്ട് ഈ വലിച്ചഴച്ച് നേരെ തൊട്ട് കുറച്ച് അപ്പുറത്തെ ഒരു പുരയിടത്തിന് ഒരു പുളിയുടെ കൂട്ടി കൊണ്ടിട്ടു. ഇട്ടിട്ട് ശരിക്കും അടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടി കൊടുത്തു. ഉലക്കയിട്ട് അടിച്ചു കൊടുത്തു. അത് ചവിട്ടിയൊക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇവരിങ്ങ് വീട്ടിൽ വന്നു. ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണോ തല്ലിയേ? അവർക്ക് കൊല്ലാൻ ഉദ്ദേശമാണെന്ന് തോന്നുന്നില്ല. ഇനി ഭീഷണിപ്പെടുത്തി വിടാൻ ഉദ്ദേശമാണ് ചെയ്തത്. തിരിച്ചിവിടെ വന്ന് ഈ വീട്ടിൽ നിന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ അയാൾ അവിടെ അതുപോലെ കിടപ്പുണ്ടാക്കി. അപ്പോൾ അവർക്ക് സംശയം തോന്നി, മരിച്ചു പോയ സംശയം തോന്നി. നോക്കിയപ്പോൾ മരിച്ചു. അവർ പതുക്കെ വലിച്ചു ബോഡിയെ പൊക്കിയെടുക്കണമെന്നുമല്ല, നല്ല ആരോഗ്യമുള്ള ചെത്തുതൊഴിലാളിയാണ്. ഈ പല ചെത്തുന്ന ആളാണ്, നല്ല ഹെൽത്തിയാണ്, കൈക്കും കാലിലൊക്കെ നല്ല ആരോഗ്യമാണ്. അപ്പോൾ ഇയാളെ വലിച്ച് ഇഴച്ച് നേരെ ഈ വീടിൻ്റെ അകത്തേക്ക് കൊണ്ട് കയറ്റി ഒരു ചാക്കിൻ്റെ അകത്ത് കെട്ടി വീടിൻ്റെ സൈഡിൽ ഒരു തേങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്ന തേങ്ങ പോലെ ഉണ്ടായിരുന്നു, അതിനകത്ത് കെട്ടി വെച്ചു. കെട്ടി വെച്ചിട്ട് മോൻ പറഞ്ഞു, ഞാൻ അല്ല മാർഗം ഉണ്ടാക്കുക, എൻ്റെ ഫ്രണ്ട്സുണ്ട് തമിഴ്നാട്, അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇയാളെ ഡ്രെയിനേജ് ഹോളിനകത്താക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ തീരുമാനിച്ചിട്ട് ഈ പയ്യൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നേരെ ഈ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോയി. ഫ്രണ്ട്സിനെ വിളിക്കാൻ തമിഴ്നാട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കാർ വന്ന് ഈ ബൈക്കിൽ ഇടിച്ചിട്ട് ഇവർക്ക് 3 പേർക്കും ഈ പയ്യനും പയ്യൻ്റെ 2 ഫ്രണ്ട്സിനും പരിക്ക് പറ്റി. അപ്പോൾ അങ്ങനെ അത് നല്ല ഫ്രാക്ചറും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അവർ പെരുക്കുള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഇവർക്ക് വന്ന് ഈ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം എണീക്കാൻ വയ്യാത്ത കണ്ടീഷനായി, കൈ കാലമൊക്കെ ഫ്രാക്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും മോളും കൂടെ പതുക്കെ വേറൊരു വീട്ടിലോട്ടൊക്കെ താമസം മാറി. എന്നിട്ട് അവരുടെ ഒരു ഡിഫൻസിൻ്റെ ഇവർ സ്ഥലത്തില്ലായിരുന്നു. ആരോ കൊന്നുകൊണ്ട് വെച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഇയാളെ ചില കള്ളുടിയനും മറ്റേ കാര്യം വേണ്ട, ആരെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശരിക്കും നമ്മൾ അന്വേഷിച്ചു, ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ചു, അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഇവർ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് തെളിഞ്ഞു പറ്റും. നമ്മൾ ചാർജ് ഷീറ്റ് 3 മാസത്തിനും ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു. ട്രയൽ വന്നു സമയത്ത് എല്ലാ സാക്ഷികളും കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ മൊഴിയെടുക്കുകയും സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം യോജിച്ചു വരികയും ചെയ്തുകൊണ്ട് ഈ ഉലക്കയിൽ ബ്ലഡും ഉണ്ടായിരുന്നു, അയാളുടെ മുടിയും ഉണ്ടായിരുന്നു. ആ ഉലക്ക ആ വീട്ടിലെ ഉലക്ക തന്നെയായിരുന്നു. ഇവർ ഒളിപ്പിക്കാൻ ശ്രമിച്ചില്ല. കാര്യം ഇവർക്കിത് ഉദ്ദേശിച്ചിട്ടില്ല. പോലീസ് കേസാവുന്നു, ഇവരിതിന് ഒക്കെ എടുത്ത് ധൈര്യത്തിനകത്തിട്ട് കളയാൻ ഉദ്ദേശിച്ചില്ലല്ലേ. പിന്നെ ഒരിക്കലും ഇത് പുറം ലോകം അറിയില്ല. കാര്യം ആരും അറിഞ്ഞുകൂടാ. അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇവരോട് സഹകരിക്കുന്ന ആൾക്കാരാണ്. വലിയ പ്രശ്നം, അതൊക്കെ പരാതിയായിട്ട് പോകില്ല. ഇതിപ്പം ഈ സ്പെല്ലടിച്ചുകൊണ്ടാണ് പരാതിയായിട്ട് വന്നത്. സ്പെല്ലടിച്ചിട്ട് ആരും അറിയില്ലായിരുന്നു. അങ്ങനെ ലൈഫ് കൊടുത്തത് ജീവപര്യന്തം ശിക്ഷിച്ചു. ഏതൊരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് താങ്കൾ യൂണിഫോമൊക്കെ എന്തോ കത്തിച്ച് കളഞ്ഞൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഈ കേസുമായി ബന്ധമുണ്ടോ? ആ കഥ ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ ഡെഡ് ബോഡിയിലെ ആ സ്മെല്ല് നമ്മളെ യൂണിഫോമിലേക്ക് പിടിക്കും. യൂണിഫോമിൽ അതുപോലെ തന്നെ നമ്മൾ മൂക്കിൽ ഇതൊക്കെ പിടിക്കും. അത് എന്ത് ചെയ്താൽ പോകില്ല. ഇത് നിങ്ങൾ കൈകാര്യം ചെയ്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് അടുത്ത് നിന്നാൽ അടുത്ത് തിരുത്താൻ ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞ ശേഷം 2 മണിക്കൂർ ഇൻക്വസ്റ്റ് ഉണ്ടാവും. കാര്യം പ്രത്യേകിച്ച് ഈ കേസിനകത്ത് കംപ്ലീറ്റ് അങ്ങ് ചീത്തയായി, ബോഡി അങ്ങ് ഒരുമാതിരി അഴുകിപ്പോയി. കൂടാതെ ഈ പുഴുവൊക്കെ വന്നതിന് ശേഷം നമ്മൾ എത്ര ഇതൊക്കെ ശരിക്കും ഇൻക്വസ്റ്റിൽ കാണിക്കുന്ന ഇഞ്ചുറിയും പോസ്റ്റ്മോർട്ടം ഇഞ്ചുറി ഏകദേശം ഒരുപോലെ ഇരിക്കണം. അപ്പോൾ ഇൻക്വസ്റ്റിൽ നമ്മൾ ഇഞ്ചുറി ഇല്ലാന്ന് കാണിച്ചാൽ പോസ്റ്റ്മോർട്ടം ഇഞ്ചുറി എന്ന് കഴിഞ്ഞാൽ അത് കോടതി കേസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ചെറിയ ഇഞ്ചുറി പോലും നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ്റ്റിനകത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശരിക്കും നമ്മൾ കൈയിട്ട് ഇതിൽ ഗ്ലൗസ് എടുത്തു, ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ കൈയിട്ട് ഓരോ ഭാഗവും നമ്മൾ തറയിൽ നോക്കി മുറിവുണ്ടോ നോക്കി അത് അഴുകിയ മുറിവാണോ അതോ ഒറിജിനൽ മുറിവാണോ നോക്കി മാത്രമേ നമുക്ക് ഇതിനകത്തിന് ഇൻക്വസ്റ്റ് വേറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 മണിക്കൂറോളം ആ ഒരു അടച്ചിട്ട മുറിക്കകത്ത് വേറെ ആരുമില്ല, ഞാനൊരു പോലീസുകാരൻ മാത്രമേ ഉള്ളൂ. പിന്നെ SI ഇടയ്ക്കിടയ്ക്ക് വരും പോവും, അങ്ങനെയാണ് കണ്ടീഷനായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിലൊക്കെ മണമൊക്കെ പിടിക്കും, ഇത് മൂക്കിലൊക്കെ പിടിക്കും. ഞാനത് വോമിറ്റ് ചെയ്യില്ല, പക്ഷേ കൂടെയുള്ള 2 ഓഫീസേഴ്സ് വോമിറ്റ് ചെയ്ത് പുറത്തു പോയി, ഛർദ്ദിച്ച് പറ്റുപോയി. ഞാൻ ഒരുപാട് ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് വോമിറ്റ് ചെയ്യാത്തത്. ആദ്യമൊക്കെ വോമിറ്റ് ചെയ്യായിരുന്നു, പിന്നെ വോമിറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആയിപ്പോയി. അതിനുശേഷം രണ്ടാമത് ഈ യൂണിഫോം സാധാരണ നമുക്ക് എല്ലാ ഇൻക്വസ്റ്റുകാരൊക്കെ പ്രത്യേകിച്ച് ഈ വെള്ളത്തിൽ കിടന്നത്, കടലിൽ കിടക്കുന്ന ഈ 3-4 ദിവസം പഴക്കമുള്ള ബോഡികളൊക്കെ ഇൻക്വസ്റ്റുകാരൊക്കെ സ്വാഭാവികമായിട്ട് ഒരു മണമുണ്ടാവും. പക്ഷേ ഈ മണമൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും. നമ്മൾ യൂണിഫോം എടുത്ത് ഡെറ്റോളൊക്കെ ഇട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ മണം പോകും. പക്ഷേ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടും
ഈ സ്മെല്ല് പോകുന്നില്ല, യൂണിഫോമിൽ പോകുന്നില്ല, അത്ര സ്മെല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മൂക്കിനകത്തുള്ള ഈ മൂക്കിനകത്തുള്ള മുടികളുണ്ട്, മുടിക്ക് നമ്മളെ ആ ഭാഗത്തിലൊക്കെ ഈ സ്മെല്ല് കയറിയൊക്കെ പിടിച്ച് ശ്വാസം വലിക്കുമ്പോൾ ഈ സ്മെല്ലാണ്. രാത്രി കിടക്കുമ്പോൾ ഇയാളുടെ ഒരു രൂപമാണ്, ഇയാളുടെ ഈ മുഖത്തിൻ്റെ ഒരു വികൃതമായ രൂപമാണ് മനസ്സിൽ വരുന്നത്. ശരിക്കും ഒരു മാസം പിടിച്ച് ഒരു നോർമലായിട്ട് നമുക്ക് ഒരു ആയിത്തീരാനായിട്ട്. കാര്യം ഇത് പറഞ്ഞ പോലെ ബോഡി ഈ യൂണിഫോം കത്തിക്കണം, യാതൊരു മാർഗ്ഗമല്ല, ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ കത്തിച്ചു. അതല്ലേ. അതുപോലെ മീനെ ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റാതായി. നെമ്മീനൊക്കെ വാങ്ങിച്ച് നോക്കുമ്പോൾ തൊലിയൊക്കെ ഇളകി കഴിയുമ്പോൾ ഇത് ഇവൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണെന്ന് തോന്നുന്നത് മനസ്സിലുണ്ടാവും. അത് അതുപോലെ ഈ ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വയ്യാതായി. ഒരാഴ്ചയോളം ഒരു മാസത്തോളം വെജിറ്റേറിയനെ മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ അങ്ങ് സ്വാഭാവികമായിട്ട് ഇതൊക്കെ മാറിയൊക്കെ വരും. എന്നാലും ഒരു മാസം ഇത്രയും ഒരു രീതിയിലുള്ള ഒരു ബോഡി ഞാൻ എൻ്റെ സർവീസിൽ കണ്ടിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇടപാടായിരുന്നു. സാധാരണ എല്ലാവർക്കും സിനിമയിൽ കാണുന്ന പോലെ വരുന്നു, പെട്ടെന്ന് കേസ് അന്വേഷിക്കുന്നു, പോകുന്നില്ല. അപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിൻ്റെ ബാക്കി പത്രമൊന്നും ആൾക്കാർ അറിയുന്നില്ല. ഇങ്ങനെയും ഒരു വശമുണ്ട്. ഇങ്ങനെ ഒരു വശമുണ്ടായിട്ട്